പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ പേരാമ്പ്ര ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാന ചടങ്ങായിട്ടുള്ള ലോഗോ പ്രകാശനമാണ് ഈ ഒരു സദസ്സിൽ നടക്കുന്നത്. നമുക്കറിയാം, നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പരിപാടികൾ സംബന്ധിച്ചുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ ഫെസ്റ്റിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ലോഗോയുടെ ലോഞ്ചിങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് വി കെ പ്രമോദ് അവർ, അതുപോലെ ടൂറിസം കൗൺസിൽ ചെയർമാൻ കൂടിയായിട്ടുള്ള എസ് കെ സജീഷ്, ആസൂത്രണ കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് തിരുവോത്ത്, വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് മാമലി, അതുപോലെ തന്നെ അഹമ്മദ് മെമ്പർമാരെ, പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പേരാമ്പ്ര ഗ്രാമങ്ങളാണ്. കേന്ദ്രീയ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം രാജീവ് മാമലി, അതേപോലെ അഹമ്മദ് മറ്റിയുടെ ചേർത്തിട്ടുള്ള പ്രിയപ്പെട്ട ഫസ്റ്റ് സംഘാടക സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരാമ്പ്ര ഫെസ്റ്റിൻ്റെ ആദ്യമായിട്ട് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ്. ലോഗോ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പേരാമ്പ്ര ഫെസ്റ്റിൻ്റെ കൺവീനർ ശ്രീ സതീഷിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, മോമോൾക്ക, രാജീവ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ വരുന്നുണ്ടോ. ഞാനൊരു സംസാരത്തിനും വരുന്നില്ല. നമ്മുടെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ആദ്യ ഒരു പരിപാടി എന്ന നിലയ്ക്ക് ഒരു ലോഗോ പ്രകാശനം നടത്തുന്നത്. ഈ ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, ലോഗോ ലഭിക്കാൻ വേണ്ടി നമ്മൾ പരസ്യം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ ലോഗോ പേരാമ്പ്ര ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. സ്വാഭാവികമായും ആ ലോഗോ നമ്മൾ പരിശോധിച്ചപ്പോൾ, ലോഗോ എല്ലാം മികച്ച ലോഗോ ആയിരുന്നെങ്കിലും നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ അല്ല ആ പല ലോഗോകളും, മികച്ച ലോഗോകളും വന്നിട്ടുള്ളത്. നമുക്ക് മറ്റൊരു രീതിയിലാണ് ലോഗോ വേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷണിച്ച ലോഗോ അല്ല നമ്മൾ സ്വീകരിച്ചത്. അതിലൊരു മത്സരം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെങ്കിലും ആ മത്സരത്തിൽ നിന്ന് നമ്മൾ പിന്മാറുകയും ആ ലോഗോയ്ക്ക് പകരം നമ്മുടെ ഭാവി പേരാമ്പ്രയിലും അതുപോലെ തന്നെ പേരാമ്പ്ര ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റ് കൂടി വെച്ചുകൊണ്ട് ഫെസ്റ്റ് എന്നതിൽ മാറി പേരാമ്പ്രയുടെ ഒരു പെരുമ, പേരാമ്പ്രയുടെ ഒരു പ്രശസ്തി ലോകത്തിൻ്റെ മുന്നിലേക്ക് തുടർന്നും ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ലോഗോ നമ്മൾ തന്നെ നിർമ്മിക്കുകയായിരുന്നു. നമ്മൾ തന്നെ നിർമ്മിക്കുകയാണെന്ന് പറയാൻ കാരണം, ഈ സ്വാഗത സംഘത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ അഭിലാഷ് തിരുവോത്തും ഒക്കെ ചേർന്നുകൊണ്ടാണ് ആ ലോഗോ ഡിസൈൻ ചെയ്തത്. നമ്മൾ ഉദ്ദേശിച്ച നിലയിലേക്ക് ലോഗോ ആ നിലയിലാണ് മാറ്റി തീർത്തത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ നിശ്ചയിച്ച ആ മത്സരവും, അതുകൊണ്ടൊരു ലാഭമുള്ള എന്താ വെച്ചാൽ നമ്മളതിന് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചില്ല. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ആ സമ്മാനം നമുക്ക് പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അഭിലാഷിന് പ്രത്യേകിച്ച് സമ്മാനം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ലോഗോ ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്നുള്ളത് അതിൻ്റെ ഒരു ഡെമോക്രാറ്റിക് രീതി സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ഫസ്റ്റുമായി ബന്ധപ്പെട്ട ആദ്യ പരിപാടി എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടി സംഘടിപ്പിക്കും. തുടർന്ന് ദിവസങ്ങളിൽ എല്ലാ സബ് കമ്മിറ്റികളും ചേർന്നുകൊണ്ട് വിവിധ സബ് കമ്മിറ്റികളുടെ ഓരോ പരിപാടികളും നമുക്ക് ഫൈനൽ ചെയ്ത് അടിയന്തരമായി തീരുമാനിച്ചു പോകേണ്ടതുണ്ട്. അത് അടിയന്തരമായി പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാ സബ് കമ്മിറ്റി ഭാരവാഹികളും ആ ചുമതല ഏറ്റുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും
ബസ്സിൻ്റെ പേര് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹം സ്നേഹം മാത്രം. പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി തുടങ്ങേണ്ടതിൻ്റെ ഒരു ഒരുക്കം നമ്മളെല്ലാവരും ചേർന്ന് ഇതിന് തുടങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഈ ഫെസ്റ്റ് എങ്ങനെ പേരാമ്പ്ര ഫെസ്റ്റല്ല പേരാമ്പ്ര പെരുമ എങ്ങനെ വാനോളം ഉയർത്താമെന്നതിനെ കുറിച്ചുള്ള നമ്മുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒരുപോലെ ഒപ്പമുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും. ഗ്രാമത്തിൻ്റെ പേരാമ്പ്ര പെരുമയ്ക്ക് എൻ്റെ എല്ലാവരും ആശംസകളും. പേരാമ്പ്ര ഫെസ്റ്റിൻ്റെ ഭാഗമായി പെരുമ കൂടുതൽ പൊതുജനങ്ങളിലേക്കും കൂടുതൽ ആളുകൾക്കിടയിലേക്കും ഈ ഫെസ്റ്റിൻ്റെ പ്രചാരണം എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിൻ്റെ മുന്നോടിയാണ് ഈ ലോഗോ ഇവിടെ പ്രകാശനം ചെയ്ത് ഈ ഫെസ്റ്റ് അതിഗംഭീരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അവസാനം. പേരാമ്പ്ര ഫെസ്റ്റ് സമുചിതമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഫെസ്റ്റിൻ്റെ വിജയത്തിന് സംഘടനാ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പേരാമ്പ്ര പെരുമ എന്ന പേരിൽ നമ്മളിപ്പോൾ ലോഗോ നൽകുന്നു. ഒരു പേരാമ്പ്ര ഫെസ്റ്റ് വിജയമാക്കണം. ഈ പരിപാടിക്ക് വ്യാപാരി വ്യവസായ ഏകോപന സംഘയുടെ എല്ലാവിധ ആശംസകളും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പേരാമ്പ്ര ഫെസ്റ്റിൻ്റെ ഭാഗമായി അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് നമ്മളിനെ ലോഗോ പ്രകാശന കർമ്മമാണ് നിർവഹിച്ചിരിക്കുന്നത്. എന്തിനായാലും പേരാമ്പ്രയിൽ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ പോകുന്ന ഈ ഫെസ്റ്റ് പേരാമ്പ്ര പെരുമ എന്നുള്ള നിലയ്ക്ക് അതിഗംഭീരമായി തന്നെ തുടങ്ങാനും അതുപോലെ തന്നെ അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു ഫെസ്റ്റായി മാറുമെന്ന് യാതൊരു സംശയമില്ല. ഈ ഒരു ചടങ്ങ് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാവിധ പിന്തുണയും ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അറിയിക്കുകയാണ്. ഈ പെരുമ അത് വിജയമാക്കേണ്ട ആവശ്യമുണ്ട്. പേരാമ്പ്ര ഫെസ്റ്റിൻ്റെ ലോഗോ പ്രകാശിപ്പിച്ചു കഴിഞ്ഞു. പേരാമ്പ്ര പെരുമ എന്ന പേരിൽ ലോഗോ പ്രകാശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ മനസ്സിൽ ചില ചിന്തകൾ എന്താണ് ഈ ലോഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയും അതൊരു സസ്പെൻസ്. നമ്മുടെ പേരാമ്പ്രയുടെ ഒരു ഐക്കണായി മാറാൻ വേണ്ടി പോകുന്ന ഒരു ഭാവി പ്രവർത്തനത്തിൻ്റെ രൂപരേഖയാണ് എന്ന് നമുക്ക് പറയാം. കോഴിക്കോടിൻ്റെ ഒരു ചിത്രം വരുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു ചിത്രം മാനാഞ്ചിറയും മാനാഞ്ചിറയോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ മതിലും അതിൻ്റെ കെട്ടിടവും ഒക്കെയാണ്. അതുപോലെ ഇനി പേരാമ്പ്രയുടെ ഒരു ചിത്രം വരുന്ന സമയത്ത് നമ്മുടെ പേരാമ്പ്രയ്ക്ക് ഒരു ഐക്കൺ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മുടെ പേരാമ്പ്രയുടെ ചെർമല ഒരു പുതിയ രൂപത്തിലേക്ക് ഏകദേശം അതിൻ്റെ 90% പണി പൂർത്തീകരിച്ചു എന്നുള്ള നിലയിലേക്ക് തന്നെ വരാം. എസ് കെ ഇവിടെ സൂചിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 90% പണി പൂർത്തീകരിച്ചു. 2-3 മാസങ്ങൾക്കുള്ളിൽ നമുക്കതിൻ്റെ പണി പൂർത്തീകരിച്ച് പേരാമ്പ്രയിലെയും ഈ നാട്ടിലെയും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ഏകദേശം ഈ രൂപത്തിലായിരിക്കും നമ്മുടെ പേരാമ്പ്ര ചേർമലയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ടൂറിസം കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ടൂറിസം കേന്ദ്രത്തിൻ്റെ കൂടി ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പേരാമ്പ്ര പെരുമ എന്നുള്ള പേരിൽ നമ്മൾ ഇതുപോലെ ഒരു നേരത്തെ ഇവിടെ സതീഷ് സൂചിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ച നിലയിലേക്ക് ഒരു കാര്യങ്ങൾ വരും, അതുകൂടി കടന്നു വരും എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ അത് കടന്നു വരാത്തൊരു സാഹചര്യത്തിൽ അഭിലാഷും
നിതേഷും ഞങ്ങളെല്ലാം അഭിപ്രായത്തോടു കൂടി അവർ ഏകദേശം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോഗോ ആണ് ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ആ ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അഭിലാഷും നിതേഷും ഉൾപ്പെടെയുള്ള ആളുകളെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഫെസ്റ്റ് ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഏപ്രിൽ മാസം 5-ന് മുമ്പേ നമ്മുടെ ഫെസ്റ്റിൻ്റെ മുഴുവൻ പ്രോഗ്രാമുകളും വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കട്ടൻ റൈസ് നടത്തണമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്. അത് ഈ മാസം 13-ാം തീയതി പേരാമ്പ്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു സാമാന്യേന മോശമല്ലാത്ത ഒരു പ്രോഗ്രാമോടുകൂടി നമുക്ക് കട്ടൻ റൈസ് നടത്താൻ വേണ്ടി പറ്റും എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനവും നമുക്ക് വമ്പിച്ച വിജയമാക്കി തീർക്കേണ്ടതുണ്ട്. 13-ാം തീയതിയാണ്, എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. നമുക്ക് അതിൻ്റെ പോസ്റ്ററുകൾ നമുക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നന്നായി പ്രചരിപ്പിച്ചാൽ അതിന് ആയിരക്കണക്കിന് ആളുകൾ വരും. നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമാണ് നമ്മൾ കട്ടൻ റൈസ് പരിപാടി ആലോചിക്കുന്നത്. അതോടുകൂടി നമ്മുടെ പേരാമ്പ്ര പെരുമയിലേക്ക് സജീവമായി വരാൻ വേണ്ടി പോവുകയാണ്. പ്രചരണ പരിപാടികൾ, മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം അതോടുകൂടി സജീവമായി വരാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായിരുന്നാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയും ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടിയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മളേറ്റവും മനോഹരമായി ഏറ്റവും വിപുലമായ രീതിയിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന പേരാമ്പ്ര ഫെസ്റ്റിൻ്റെ ലോഗോ പ്രകാശനമാണ് ഇവിടെ കഴിഞ്ഞത്. ഇതിൽ നേരത്തെ എസ്.കെ. സതീഷും പ്രമോദൊക്കെ സംസാരിച്ചതുപോലെ ഒരുപാട് ലോഗോ, 4-5 ലോഗോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ തികച്ചും സാമ്പ്രദായികമായി നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടാവുന്ന ചില ഇലമെൻറ്റുകളൊക്കെ ചേർത്തുകൊണ്ട് കിട്ടിയ സാധനങ്ങളായിരുന്നു. അതിൽ സംതൃപ്തരല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി പേരാമ്പ്രയുടെ മാത്രം, പ്രത്യേകിച്ച് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഭാവിയിൽ പേരാമ്പ്രയുടെ ഐക്കണായി മാറാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താണ് എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ കണ്ട എല്ലാവർക്കും ഉണ്ടാകുമെങ്കിലും തീർച്ചയായിട്ടും 4-5 മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംശയങ്ങൾക്കൊന്നും യാതൊരു ഇടയും ഇല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ നമ്മളുടെയൊക്കെ മനസ്സിൽ അതൊരു ബ്രാൻഡായി മാറുന്ന രീതിയിൽ ആ ചിത്രം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ലോഗോ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ തന്നെ 3 കളറുകൾ, മഞ്ഞയും ചുവപ്പും നീലയും നമ്മുടെ പ്രൈമറി കളറുകളാണ്, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിറങ്ങളാണ്. അതൊരു കുറയ്ക്കീഴിൽ നമ്മളെല്ലാവരെയും ഒന്നിച്ച് ചേർക്കാൻ സാധ്യതയുള്ള ഒരു സങ്കല്പം എന്ന രീതിയിലാണ് വെച്ചത്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാൻ ഞങ്ങൾ ഒരേപോലെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചേരാതെ നമ്മൾ ഒഴിവാക്കി. ഒരു പക്ഷേ 1-2-3 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള, അത് ഒത്തൊരുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അടിയും കൂടും എന്നാലും ലിതേഷ് ആയാലും ഞാനായാലും സുബീഷ് ആയിക്കഴിഞ്ഞാൽ എല്ലാം ചേർന്നുകൊണ്ടാണ് ആ ഒരു കാര്യം തയ്യാറാക്കിയത്. അപ്പോൾ ആ ഒരു ചടങ്ങിൽ നമ്മുടെ ഈ ഒരു ലോഗോ പ്രകാശനത്തിന് ശേഷം ഇനിയിപ്പോൾ ഏപ്രിൽ 13-ാം തീയതി നമ്മുടെ അടുത്ത പരിപാടി വരാൻ പോവുകയാണ്. ഏപ്രിൽ തന്നെ 4-5-6 അനുബന്ധ പരിപാടി, മാർച്ചിൽ തന്നെ 4-5-6 അനുബന്ധ പരിപാടികൾ നമുക്ക് ചേർന്ന് വരാൻ പോവുകയാണ്. അതൊക്കെ നമ്മൾ ഇതുവരെ കണ്ടതിന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പരിപാടികളും വന്നിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു പരിപാടിയുടെ ഒരു ആദ്യ ആരംഭം എന്ന നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പ്രത്യേകിച്ച് പറയാതെ, കാരണം ആരെങ്കിലും വിട്ടുപോയ പ്രയാസമാണെന്നുള്ളതുകൊണ്ട് എന്തായാലും ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിൻ്റെ പിന്നിൽ ഉറക്കൊഴിഞ്ഞ് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.